ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ ഇന്ന് എന്ത് എനർജിയിലാണ് ഉള്ളത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊന്ന് വിട്ട് കളയണോ, അത് മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതെന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ഒരു പുതിയ ജോബ് ഓഫർ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം വിട്ട് കളയണോ, അതേ പുതിയ കാര്യം സ്വീകരിക്കണോ, കൺഫ്യൂസ്ഡ് ആണ്. അവിടെ പോയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഇഷ്യൂ ആയിട്ട് ഇതിന് വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോയാലോ, അങ്ങനെ പോകാൻ പറ്റുമോ. ചിലപ്പം വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് വിട്ട് കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ നിങ്ങളുടെ എനർജി. 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇത് വീണ്ടും കൺഫ്യൂഷൻ തന്നെയാണ്. കണ്ണ് കെട്ടിയിട്ട് കുറേ തടസ്സങ്ങളിലൂടെ നടക്കുന്ന ഒരാൾ, മുന്നോട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ഇരുട്ടിൽ തപ്പുന്നു എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് മുന്നിൽ കുറേ തടസ്സങ്ങളും ഇതിൽ കുറേ കുറ്റികളൊക്കെ ഉണ്ട്, കുറേ അതിലൂടെ നിങ്ങൾ അത് നടന്നു പോകുന്നു, അതിനകത്തൂടെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തട്ടിത്തടഞ്ഞ് വീഴുമെന്ന് അറിഞ്ഞൂടാ, പിന്നെ അത് വീഴുമ്പം എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്നത്. കാരണം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് തീരുമാനം എടുത്തേ പറ്റുള്ളൂ, പക്ഷെ തീരുമാനം എടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. അത് ആരെയും വേദനിപ്പിക്കാതെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു കർമ്മ വരാതെ തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാകും. അത് അതിൽ നിങ്ങളെ പേടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, ഇത് ആരോടെങ്കിലും വിളിച്ച് ചോദിക്കണോ, എന്തെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരോടെങ്കിലും സംസാരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, ഇതെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളങ്ങനെ ചോദിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യം മാത്രം ചെയ്യുക. ഒന്നിലധികം കാര്യങ്ങൾ അതിൽ ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം കൂടെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല, പക്ഷേ നിങ്ങൾക്കതെല്ലാം വേണം താനും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം ഇത് 3ഓളം പേര് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇന്ന് നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ചിലപ്പം നിങ്ങൾ ഒരു 2-3 പേര് കൂടി പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം. അല്ലെങ്കിൽ കുറേ 3-4 പേര് കൂടി ചെയ്യേണ്ട എന്തെങ്കിലും ഒരു വർക്ക് ഇന്ന് ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ ഓഫർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കണോ വിട്ട് കളയണോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് വരുന്നത് ഒരു നല്ല ചാൻസാണ്, പക്ഷേ ആ ഒരു ചാൻസ് നിങ്ങളെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അതിൽ നിങ്ങൾ സക്സസ് ആകുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ചിലപ്പം കുറേ ആൾക്കാർക്കും ഇത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ, മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് പോലെയുള്ളൊരു ഓഫറാണ്. അപ്പോൾ അത് നിങ്ങൾ കുറേ ആൾക്കാർ ഇത് സ്വീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അല്ലെ നിങ്ങളുടെ കൺഫ്യൂഷനുള്ള ഉത്തരം നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം
ഇന്നൊരു ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, അത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൻ്റെ ചിലപ്പം അത് വളരെ പണ്ട് കുറേ കാലം മുന്നേ നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം, അത് നിങ്ങൾക്ക് ഉത്തരം വേണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം, ആ ഒരു കാര്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ ഏസ് ഓഫ് വാൻഡ്സും സൂചിപ്പിക്കുന്നത്. ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും. ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും മെസ്സേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഒരു സുഹൃത്തുക്കൾ അയക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആകാം, അല്ലെങ്കിൽ ഒരു റീല് നിങ്ങൾക്ക് അയക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാകാം. ചിലപ്പോൾ ഈ ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതുമാകാം. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ശക്തിയും കഴിവും ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കണം ഈ ഒരു സമയം. കാരണം അത് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ സോളാണെന്ന് നിങ്ങളൊരു തിരിച്ചറിയണം. ടു ഓഫ് പെന്റക്കിൾസ് ആണ്. വീണ്ടും കൺഫ്യൂഷനാണ്. ഇതിൽ ഒരു കൺഫ്യൂഷനും ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതും ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്ന കാര്യത്തിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്ന് പറയാം. ഇതിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് ചെയ്യുന്നതായിരിക്കാം. ഒന്നുകിൽ അവരുപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതും ആകാം. അവരുപയോഗിച്ചിരുന്ന എന്തെങ്കിലും ചിലപ്പോൾ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം വന്നേക്കാം. ഇതൊരു ഈശ്വരാനുഗ്രഹമാണ് കേട്ടോ. ഒരു ഡിവൈനായിട്ടുള്ള ഒരു ശക്തി നിങ്ങൾക്ക് വരുന്നതും ആകാം. നിങ്ങളുടെ പാസ്റ്റിൽ മൺമറഞ്ഞു പോയ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസും ഒരു ബ്ലെസ്സിങ്സും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു. കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. എംബ്രസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. മെഡിറ്റേഷൻ വിട്ടുകളയരുത്. പ്രാർത്ഥനകളും ജപങ്ങളും ഒന്നും വിട്ടുകളയാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിൽ നിന്ന് തന്നെ വരും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വരും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വീടാകാം, സ്ഥലമാകാം, വണ്ടിയാകാം, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതാകാം, നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം. എന്തായാലും നിങ്ങൾ അത്രയും ഒരു ഡിവൈൻ പവർ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ മാനിഫെസ്റ്റ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വിശ്വസിക്കാൻ ശ്രമിക്കുക. കാരണം എംബ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെയും അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവുമുള്ള ആൾക്കാരാണ്. മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാം എന്താണ്. റെസ്റ്റ് ആൻഡ് റെജുവിനേഷനാണ്. കുറേ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ ഒരു സമയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തോന്നൽ വന്നിട്ടുണ്ടായിരിക്കാം, എവിടെ നിന്നോ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. എല്ലാ ഇതിലും അത് തന്നെയാണ് വന്നിട്ടുള്ളത്. മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. കുറേ ഓട്ടപ്പാച്ചിലിന് ശേഷം നിങ്ങൾ ഒരുപാട് ബിസി ആയിരുന്ന സമയത്തിന് ശേഷം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നതുമാകാം. പിന്നെ ഈ റെസ്റ്റ് എടുക്കുമ്പം റെസ്റ്റ് മാത്രമല്ല, നമ്മളെ ഒന്ന് പുതിയതാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പുതിയ എനർജി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഗ്രൗണ്ടിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പറ്റുമെന്നുള്ളൊരു അന്ന് ഈ സുഖാസനത്തിലിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കാം, അല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. എന്നിട്ട് വെറുതെ ഇരിക്കുക. വെറുതെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ ശരിക്കും ഈ ഒരു എർത്തിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്ന് അത് ആ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഒന്ന് മനസ്സിൽ കാണുക. പിന്നെ ആ സഹസ്രാരത്തിലൂടെ നിങ്ങൾ എനർജി എടുത്ത് നിങ്ങൾ
ബാക്കി എനർജി ഭൂമിയിലേക്ക് എക്സസ് ആയിട്ടുള്ള എനർജി വീഴുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കാരണം ഇതിൽ നിങ്ങളുടെ റൂട്ട് ചക്ര ഒന്ന് ആക്റ്റീവ് ആകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പൂർണ്ണമായും വിട്ട് കളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ അതാണ് പറയുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരിക്കണം കേട്ടോ. അത് സുഖാസനത്തിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഇതിൽ നിങ്ങൾ ആ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും എനർജി സ്വീകരിച്ച് നിങ്ങളുടെ കാലുകളിലൂടെ ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അങ്ങനെ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ആ എനർജി പാസ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള എനർജി എല്ലാം ഭൂമിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു റെജുവിനേഷൻ കിട്ടും, നിങ്ങളുടെ സെല്ലൊക്കെ നല്ല ഒരു ഊർജ്ജം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്യാനുള്ളൊരു വാതിൽ തുറക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണലായിട്ട് വേദന, കാരണം നിങ്ങളുടെ വ്യക്തിപരമായ വേദനകൾ, അല്ലെങ്കിൽ വ്യക്തികൾ തന്ന വേദനകളും ആകാം. അങ്ങനെയുള്ള വേദനകളൊക്കെ കുറേ ആൾക്കാർക്ക് അത് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, കുറേ ആൾക്കാർക്ക് അത് ഹീൽ ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു വാതിൽ ആരൊക്കെയോ തുറക്കുന്നു. അത് നിങ്ങൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹീലിംഗ് സെക്ഷനൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് പഠിക്കുന്നു, പ്രാണി ഹീലിങ്ങോ റേക്ക് ഹീലിങ്ങോ അല്ലെങ്കിൽ ഏഞ്ചൽ ഹീലിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ആക്സസ് ബാറോ ഒക്കെ പഠിക്കുന്ന ഒരു എനർജി ഉണ്ട്. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ഒരു പുതിയ ഒരു ജീവിതചര്യ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മളൊരു എന്താണ് തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ വർക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേണം. ഇത്ര സമയത്ത് എണീക്കണം, ഇന്ന കാര്യങ്ങൾ രാവിലെ ചെയ്യണം, പിന്നെ ഹീലിംഗ് ചെയ്യണം, പ്രാർത്ഥിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കൃത്യനിഷ്ഠ നിങ്ങൾ ഈ ഒരു സമയം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹീലിങ്ങും നടക്കുകയുള്ളൂ, നമുക്ക് ആ ഒരു സന്തോഷവും കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ കുറച്ച് പൈസ ഉണ്ട്, പക്ഷേ കുറേയധികം ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ പക്ഷേ ആ കുറച്ച് പൈസയെങ്കിലും ഉള്ളതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വിചാരിക്കുക. അപ്പോൾ കുറച്ചെങ്കിലും അതിൽ, പക്ഷേ നിങ്ങൾക്കത് ഒന്നിനും തികയാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ഇവിടെ ഒരു ബുക്കുണ്ട്, ആ ബുക്കിനകത്തുണ്ട്. അപ്പം നിങ്ങളിൽ തന്നെ ഉണ്ട് അതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ, ബാക്കിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കണ്ടുപിടിക്കാനുള്ളൊരു വഴിയും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ ബുക്കിനകത്ത് അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കബോർഡിനകത്ത് കുറച്ച് പൈസയുണ്ട്. ആ പൈസ അതെങ്ങനെയാണ് ചിലവഴിക്കേണ്ടതെന്നൊരു ബുക്കും ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആ ബാക്കി പൈസ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു ബുക്കും ഉണ്ട്. അതായത് നിങ്ങൾക്ക് എങ്ങനെ പൈസ കൊണ്ടുവരണം, ഈ പൈസ എങ്ങനെ ചിലവഴിക്കണം, ഇതൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം തന്നെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഫസ്റ്റ് ചക്രയാണ് ആർക്കേഞ്ചൽ മിഖായേൽ. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടത്. ഇതിൽ നിങ്ങളുടെ റൂട്ട് ചക്രയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റൂട്ട് ചക്ര ക്ലെൻസിങ്ങും ഹീലിങ്ങും ഒക്കെയാണ് ഇതിനകത്ത് ആർക്കേഞ്ചൽ മിഖായേൽ ചെയ്യുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ മിഖായേൽ മാലാഖയെ നമുക്ക് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തോട് നമ്മളുടെ തടസ്സങ്ങൾ മാറ്റിത്തരാനും നമ്മളുടെ കാർമിക്കായിട്ടുള്ള ടൈ കട്ട് ചെയ്ത് തരാനും നമുക്ക് പറയാം. കാരണം ഈ റൂട്ട് ചക്ര ഒന്ന് ആക്റ്റീവ് ആക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം റൂട്ട് ചക്ര ബ്ലോക്കായിരുന്ന എല്ലാം ബ്ലോക്കാണ് എന്നുള്ളതാണ്, ഫുള്ളി ബ്ലോക്കായി പോവും. അപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ മിഖായേൽ മാലാഖയെ വിളിച്ച് ഒരു 21 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് മാലാഖയോട് നിങ്ങൾ ആവശ്യപ്പെടുക. അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ കാരണം ഈ റൂട്ട് ചക്രയിലെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ മാലാഖയെ കൊണ്ട് പറ്റും. മാലാഖയാണത് ചെയ്യുന്നത്, ആക്റ്റീവ് ആക്കി തരും. അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറും. പിന്നെ ഇതിൽ ആരോ മെസ്സേജ് കമൻറ്റ് ഞാൻ കണ്ടു, നമുക്കൊരു ഇതല്ലേയുള്ളൂ മാലാഖ ബൈബിളിലുള്ളതാണ്. എല്ലാത്തിലും ഉള്ളതാണ്, ഒന്ന് തന്നെയാണ്. നമ്മൾ പല തരത്തിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഹിന്ദുവാണ് മുസ്ലിമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് മാലാഖയെ വിളിക്കാൻ പറ്റാതെയൊന്നുമില്ല.
മാലാഖ കേൾക്കാതെ ഇരിക്കില്ല. അപ്പം എല്ലാവർക്കും ഉള്ളതാണ് ഈ മെസ്സേജ്. കാരണം ഈ ടാരോയൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയോ ഒന്നുമല്ല. ഞാനും ഞാനങ്ങനെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് നമുക്കത് ചെയ്തുകൂടാത്തതൊന്നും അല്ല കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചെയ്യാം. മിഖായൽ മാലാഖയെ നമുക്ക് ഇത് വിളിച്ച് നമ്മളുടെ കാര്യങ്ങൾ പറയാം, ആവശ്യപ്പെടാം. അദ്ദേഹം അത് ചെയ്തു തരും എന്നുള്ളതാണ്. ഹാപ്പി ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പം നിങ്ങൾ ഒന്നുകിൽ ക്രിസ്മസ് ലീവിന് ഫാമിലിയുടെ അടുത്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതായിരിക്കാം. അപ്പോൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം, അതായിരിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.